രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നതല്ല സത്യം. ചിലപ്പോൾ ആരും കാണാത്ത, കേൾക്കാത്ത ചില അടക്കം പറച്ചിലുകളിലായിരിക്കും ഒരു നാടിൻ്റെ തന്നെ ഭാവി ഒളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തലസ്ഥാനത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്ന്, കൃത്യമായി പറഞ്ഞാൽ വി.ഡി. സതീശൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരുടെ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വിവരം അത്തരത്തിലുള്ള ഒന്നാണ്. കേരള രാഷ്ട്രീയത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കാൻ പോകുന്ന ഒരു വമ്പൻ തിരക്കഥ അവിടെ തയ്യാറായി കഴിഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടിയതിൻ്റെ ആഘോഷങ്ങൾ അവസാനിക്കും മുൻപെയാണ് കോൺഗ്രസിനകത്ത് അധികാരത്തിനായുള്ള ഈ രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചപ്പോൾ ഈ ഭരണമാറ്റത്തിൻ്റെ യഥാർത്ഥ അവകാശിയായി അണികൾ കണ്ടത് വി.ഡി. സതീശനെ തന്നെയാണ്. പറവൂരിൽ നിന്ന് വിജയിച്ച അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി സർക്കാരിനെതിരെ സന്ധിയില്ലാ സമരം നയിക്കുകയും ഇലക്ഷനിൽ UDFനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഈ പോരാട്ടത്തിൽ നിന്ന് സതീശൻ നാടകീയമായി പിന്മാറുന്നു എന്ന വാർത്തയാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൽഹിയിൽ നിന്ന് അവതരിച്ച KC വേണുഗോപാലിന് മുന്നിൽ സതീശൻ ആയുധം വച്ച് കീഴടങ്ങുകയാണെന്ന് മാധ്യമങ്ങൾ നാളെ വാഴ്ത്തിപ്പാടും. പാർട്ടി ഒറ്റക്കെട്ടാണെന്നും ഹൈക്കമാൻഡ് തീരുമാനം താൻ അംഗീകരിക്കുന്നു എന്നും പറഞ്ഞ് സതീശൻ ചിരിച്ചുകൊണ്ട് KCക്ക് വഴിമാറിക്കൊടുക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ആ ചിരിക്കു പിന്നിലെ യഥാർത്ഥ കളി എന്താണെന്ന് KC വേണുഗോപാലോ ഹൈക്കമാൻഡോ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. സതീശൻ വെറുമൊരു കീഴടങ്ങൾ നടത്തിയതല്ല, അതൊരു ഒന്നൊന്നര കെണിയാണ്. പ്രതികാരത്തിൻ്റെ അഗ്നി ഉള്ളിലൊതുക്കിയുള്ള ഒരു തന്ത്രപരമായ പിന്മാറ്റം. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയത് ആരാണെന്ന് അണികൾക്കറിയാം. എന്നിട്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ, മുഖ്യമന്ത്രി പദം എന്ന കസേരയ്ക്ക് തൊട്ടടുത്തെത്തുമ്പോൾ ഡൽഹിയിൽ നിന്നും KC വേണുഗോപാൽ എന്ന വലിയൊരു പ്രതിസന്ധി കടന്നു വരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ അതിവിശ്വസ്തനും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലിന് കോൺഗ്രസ് ഹൈക്കമാൻഡിലുള്ള സ്വാധീനം ചെറുതല്ല. 2026 തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPമാർ ആരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം ഡൽഹിയിലിരുന്ന് KC വേണുഗോപാൽ എടുത്തത് തന്നെ ഈ ഒരു അവസരം മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് സതീശൻ പക്ഷം കരുതുന്നു. തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിൽ വച്ച് AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ദീവാദാസ് മുൻഷിയും 63 കോൺഗ്രസ് MLAമാരുമായി നടത്തിയ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചയിൽ കാര്യങ്ങൾ KCക്ക് അനുകൂലമായി മാറി. മലബാറിൽ നിന്നുള്ള ഭൂരിഭാഗം കോൺഗ്രസ് MLAമാരും KC വേണുഗോപാലിന് പിന്നിൽ അണിനിരന്നു. മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ രേഖാമൂലം തന്നെ KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് കത്ത് നൽകുകയും ചെയ്തു. ഇതോടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള പൂർണ്ണ ചുമതല ഹൈക്കമാൻഡിന് വിട്ടുകൊണ്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷി പ്രമേയം പാസാക്കി. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി സതീശൻ വാശി പിടിച്ചാൽ എന്താകും സംഭവിക്കുക? അതൊരു വലിയ ചക്രവ്യൂഹമായിരിക്കുമെന്ന് സതീശന് നന്നായി അറിയാം. UDFലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വി.ഡി. സതീശനെ പിന്തുണച്ചിരുന്നുവെങ്കിലും കോൺഗ്രസിനകത്തെ ഭൂരിപക്ഷം MLAമാരും ഇപ്പോൾ KCക്കൊപ്പമാണ്. ഹരിപ്പാട് നിന്ന് വിജയിച്ച രമേശ് ചെന്നിത്തലയും തൻ്റെ സീനിയോറിറ്റി അവകാശപ്പെട്ട മത്സരരംഗത്തുണ്ടായിരുന്നു. സ്വന്തം ക്യാബിനറ്റിലുള്ളവരും ഭരണകക്ഷി MLAമാരും തന്നെ പാരവയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനാണ് സതീശൻ ക്യാമ്പ് തങ്ങളുടെ മാസ്റ്റർ പ്ലാൻ പുറത്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഓർക്കേണ്ടത്. അവരുടെ പ്ലാൻ വളരെ കൃത്യമാണ്. KC വേണുഗോപാലിനെ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അനുവദിക്കുക, ഒരു തടസ്സവും നിൽക്കാതെ ആ സിംഹാസനം ഡൽഹി നേതാവിന് വച്ചു നീട്ടുക, പാർട്ടിയിലെ ഐക്യം സംരക്ഷിക്കാൻ താൻ പിന്മാറുന്നു എന്ന സന്ദേശം നൽകി സതീശൻ ജനങ്ങൾക്കിടയിൽ ഹീറോ ആകുക. K. കരുണാകരനെ പോലെയും AK ആന്റണിയെ പോലെയും ഒടുവിൽ അപമാനിതനായി പടിയിറങ്ങേണ്ടി വരുന്നതിലും ഭേദം ഇതാണെന്ന് സതീശൻ തിരിച്ചറിയുന്നു. പക്ഷേ കളി വേറെയാണ്. കാരണം സതീശന് വേണ്ടി സതീശൻ്റെ സൈലൻ്റ് ആർമി എടുത്ത പ്രതിജ്ഞ മറ്റൊന്നാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരട്ടെ, സത്യപ്രതിജ്ഞ ചെയ്യട്ടെ. പക്ഷേ 6 മാസത്തിനപ്പുറം ഒരൊറ്റ ദിവസം പോലും അദ്ദേഹം ആ കസേരയിരിക്കില്ല. ഇതാണ് ആ വെല്ലുവിളി. ഈ 6 മാസത്തെ കണക്കിലാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അപകടകരമായ കുബുദ്ധി ഒളിഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ MPയായ KC വേണുഗോപാൽ നിലവിൽ കേരളത്തിലെ MLA അല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമസഭാംഗമല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൽ കൃത്യം 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് അദ്ദേഹം വിജയിച്ച് നിയമസഭയിലെത്തണം. സതീശൻ്റെയും അനുകൂലികളുടെയും ലക്ഷ്യം KC നേരിടാൻ പോകുന്ന ആ ഉപതെരഞ്ഞെടുപ്പാണ്. മുഖ്യമന്ത്രി പദവിയിലിരുന്ന് KC വേണുഗോപാൽ മത്സരിക്കാനിറങ്ങുന്ന ആ മണ്ഡലം അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശവപ്പറമ്പാക്കി മാറ്റാനാണ് സതീശൻ ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. പുറമെ നോക്കുമ്പോൾ എല്ലാം മംഗളകരമായിരിക്കും.
സിക്ക് വേണ്ടി കൊടിപിടിക്കാനും ജയ് വിളിക്കാനും സതീശന് അനുകൂലികളുണ്ടാകും. മണ്ഡലത്തിലുടനീളം കൂറ്റൻ ഫ്ലെക്സുകൾ വയ്ക്കാനും പ്രചരണ ജാഥകൾ നയിക്കാനും അവരുണ്ടാകും. പാർട്ടി ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയെ വിജയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് കേരളം വിശ്വസിക്കും. പക്ഷേ യഥാർത്ഥ കളി നടക്കുന്നത് അടിത്തട്ടിലാണ്. ബൂത്ത് തലത്തിൽ ഓരോ വാർഡുകളിലും സതീശന് അനുകൂലികൾ നിശബ്ദമായി വളരെ ആസൂത്രിതമായി പാരവയ്ക്കും. സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ കസേര തട്ടിയെടുത്ത ആ ഡൽഹി നേതാവിനെ എന്ത് വില കൊടുത്തും അവർ തോൽപ്പിക്കും. കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകൾ പോലും നിശബ്ദമായി മറുപക്ഷത്തേക്ക് മറിയും. സ്വന്തം പാർട്ടിക്കാർ തന്നെ മുഖ്യമന്ത്രിയെ തോൽപ്പിക്കുന്ന കാഴ്ച കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറിയായി മാറും. ഇന്ന് അല്ലെങ്കിൽ നാളെ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന പ്രഖ്യാപനമെത്തും. ഇതൊന്നും കോൺഗ്രസിന് പുതിയ കാര്യമല്ല. ഈ പാർട്ടിയുടെ ചരിത്രമറിയാവുന്ന ആർക്കും ഇതൊരു അത്ഭുതവുമല്ല. സ്വന്തം നേതാക്കളെ പാരവച്ച് വീഴ്ത്തുക എന്നത് അവരുടെ രക്തത്തിലുള്ളതാണ്. കേരളത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുത്ത സാക്ഷാൽ കെ കരുണാകരനെയും AK ആൻ്റണിയെയും ഉമ്മൻചാണ്ടിയെയും അധികാരമോഹത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ഇവർ വേട്ടയാടിയതെന്ന് കേരളം കണ്ടതാണ്. ആ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിൽ VD സതീശന് അനുകൂലികൾ KSക്ക് വേണ്ടി ഒരുക്കുന്ന ഈ കെണി ചരിത്രത്തിൻ്റെ മറ്റൊരു ആവർത്തനം മാത്രമാണ്. ജനങ്ങളോടല്ല, അധികാരത്തോടും കസേരയോടുമാണ് അവർക്ക് എക്കാലത്തും കൂറ്. അവിടെയാണ് ഈ തിരക്കഥയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ പുറത്ത് കാത്തിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഡൽഹിയിലും കേരളത്തിലുമായി അധികാരത്തിനു വേണ്ടി പരസ്പരം കഴുത്തറക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഇതെല്ലാം വളരെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. ഭരണ തുടർച്ചയുടെ ക്ഷീണത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സംഘടനാപരമായ തിരുത്തലുകളിലൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ തയ്യാറെടുക്കുന്ന ശക്തമായ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ തകർച്ചയ്ക്കായി കാത്തിരിപ്പുണ്ട്. അവർക്ക് ഈ കോൺഗ്രസ് ലൂപ്പ് പോര് വെറുമൊരു വാർത്തയല്ല, മറിച്ച് തങ്ങളുടെ ശക്തമായ തിരിച്ചുവരവിനുള്ള സുവർണ അവസരമാണ്. നമ്മൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ എന്ന മുഖ്യമന്ത്രിയെ നേരിടാൻ ഇടതുപക്ഷം തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും എടുത്ത് കളത്തിലിറങ്ങും. ഭരണത്തിലിരുന്ന് പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ അധികാരക്കൊതി അവർ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും. സതീശൻ പക്ഷത്തിൻ്റെ പാരവയ്പും ഒപ്പം സിറ്റിംഗ് MLA-മാർക്ക് മുഖ്യമന്ത്രിയാകാൻ അവസരം നൽകാത്തതിലുള്ള താഴെത്തട്ടിലെ അതൃപ്തിയും ഇടതുപക്ഷത്തിൻ്റെ ചിട്ടയായ സംഘടനാ പ്രവർത്തനവും കൂടിയാകുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ KC നിലംപരിശാകും, അല്ലെങ്കിൽ നിലംപരിശാക്കും. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിന്നെ KCക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അപമാന ഭാരത്തോടെ പുറത്തു പോകേണ്ടി വരും. ആ സർക്കാരിൻ്റെ ധാർമ്മിക അടിത്തറ അതോടെ പൂർണ്ണമായും തകരും. ആ നിമിഷം തകർന്നടിഞ്ഞ പാർട്ടിയെ രക്ഷിക്കാൻ ഒരു അവതാരത്തെ പോലെ VD സതീശൻ കടന്നു വരും. അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തും. പക്ഷേ അപ്പോഴേക്കും കളി കൈവിട്ടു പോയിട്ടുണ്ടാകും. കാരണം ജനങ്ങളുടെ വിശ്വാസം ആ UDF സർക്കാരിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പരസ്പരം പാരവയ്ക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ ഒന്നുകൂടി തിരിച്ചറിയും. സതീശൻ മുഖ്യമന്ത്രിയായാലും ആ സർക്കാരിന് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ശക്തമായ പ്രതിപക്ഷമായി ഇടതുപക്ഷം കൂടുതൽ കരുത്തോടെ ആഞ്ഞടിച്ചേ കഴിയൂ. ചുരുക്കത്തിൽ ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുന്നു എന്നത് സത്യമാണ്. പക്ഷേ അദ്ദേഹം ഇരിക്കാൻ പോകുന്ന ആ സിംഹാസനത്തിന് താഴെ സതീശൻ്റെ സൈലൻ്റ് ആർമി ഒരു വലിയ ടൈം ബോംബ് വച്ചിട്ടുണ്ട്. 6 മാസം, വെറും 6 മാസം കേരള രാഷ്ട്രീയം കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു ചോരക്കളിക്കാണ്. പരസ്പരം തമ്മിലടിച്ചില്ലാതാകാൻ പോകുന്ന ഒരു മുന്നണിയുടെ അന്ത്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരളം ഒരു വലിയ കൊടുങ്കാറ്റിനായി കാത്തിരിക്കുകയാണ്.